അപ്പം പടം ഇന്നിപ്പോ പൂജ കഴിഞ്ഞേ ഉള്ളൂ. പടത്തിന്റെ ടൈറ്റിൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നാണ്. അപ്പം വിപിൻ പുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ WBTS വിപിനേട്ടൻ ഗുരുവായൂരിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പടം തുടങ്ങാണ്. ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. പോരെ പോരെ പ്രത്യേകത ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഒരു സ്റ്റോറി ലൈൻ ആണ്. മൊത്തം ഹ്യൂമർ ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മൊത്തത്തിൽ. എന്റെ ക്യാരക്ടറും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇത് പറഞ്ഞ പോലെ നല്ലൊരു കഥാപാത്രം വന്നു അത് ചെയ്തു. അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല. ഇപ്പം ഒരു പടം അനൗൺസ് ചെയ്തിട്ടില്ല. ഫാസിൽ പ്രൊഡക്ഷൻസിന്റെ ഒരു പടം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പോസ്റ്റ് വർക്ക് നടക്കുന്നു. ബാക്കിയൊന്നും ഒഫീഷ്യലി ഇപ്പോൾ ആസ്പലി പടത്തിന്റെ റിലീസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ 2-3 പടം ഇപ്പൊ റിലീസ് ആവാനും. ഓക്കെ, താങ്ക് യു. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഞാൻ അനശ്വര, കുറെ പേരുണ്ട്. ജോമോന് അപ്പം ഒരു പരിപാടി പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. രണ്ട് വിപിൻ, അതായത് വിപിൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ പേര് വിപിൻ എന്നാണ്, പ്രൊഡ്യൂസറിന്റെ പേര് വിപിൻ ദാസ് എന്നാണ്. പുതിയൊരു പ്രൊജക്ട് ഇന്ന് തുടങ്ങുന്നു. ഭയങ്കര സന്തോഷമാണ്. പറയാറൊന്നും ആയിട്ടില്ല, പടം ഇന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ, അത് തന്നെയാണ് ആ പടത്തിന്റെ എല്ലാം. പോകെ പോകെ അപ്ഡേറ്റുകൾ ഉണ്ടാകും. ക്യാരക്ടർ അനശ്വരയുടെ പേരായിട്ടാണ് വരുന്നത്. കൂടുതലൊന്നും ഡീറ്റെയിൽസ് ഒന്നും പറയാറായിട്ടില്ല. ഇന്നലെ മുടിയൊക്കെ വെട്ടി ഇപ്പോൾ ഒരു വന്നത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ. അപ്ഡേറ്റുകൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതെ, വാഴ 2 പരിപാടികൾ നടക്കുന്നേ ഉള്ളൂ. അടുത്ത വർഷം ആദ്യത്തേക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. പരിപാടികൾ നടക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും വാഴ 2 ഉണ്ടാവും. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഹാഷിർ ആൻഡ് ഗ്യാങ്ങിന്റെ ഒരു പടമായിരിക്കും അത്. കൂടുതൽ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ മരണമാസമാണ്. പരാക്രമം ഇപ്പം ഇറങ്ങാൻ പോകുന്നുണ്ട്. 22-ാം തീയതി പരാക്രമം ഇറങ്ങുന്നു. അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന മരണമാസം എന്ന സബ്ജക്റ്റാണ്. ഞാൻ സ്ക്രിപ്റ്റ് കൂടെ ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ നടക്കും. പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, വിപിൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വാഴയ്ക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഞാനുണ്ട്, സിജു, അനശ്വര, നോബിച്ചേട്ടൻ, നമ്മുടെ അസീസിക്ക, അരുൺ, ഒരുപാട് പേര് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. വിപിൻ എസ് ചേട്ടനാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ്. അപ്പം വിപിൻ ചേട്ടൻ ഇതിൻ്റെ ഡയറക്ടറും ഞാനുമായിട്ട് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അഞ്ചിൻ്റെ സഞ്ചയം എന്ന് പറഞ്ഞ്. പുള്ളിയായിട്ട് കമ്പനിയാണ്. പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഹാപ്പിയിലാണ്. സ്വിച്ച് ഓൺ ആയിരിക്കുക. അല്ല, കുറച്ച് പരിപാടികൾ നമ്മൾ ഹ്യൂമർ ചെയ്തിട്ട് പതുക്കെ നമുക്ക് സമയമാകുമ്പോഴത്തേക്കും പതുക്കെ മാറാം. പെട്ടെന്നൊരു ഷിഫ്റ്റ് ആരും അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. പതുക്കെ മാറുന്നതായിരിക്കും നല്ലത്. അല്ല, വേറെ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോൺ പോളേറിന്റെ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രേക്ഷകർക്ക് ഭയങ്കര പരമ്പര കൈയടിയൊക്കെയാണ്. അതൊക്കെ നേരിട്ട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. എങ്ങനെയാണ്? ഞാൻ തിയേറ്ററിൽ ഇപ്പം വാഴ ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആൾക്കാരുമായിട്ട് നേരിട്ട് ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ട്. വേറെ പോകാതിരിക്കുന്നില്ല. അവരുമായിട്ട് പബ്ലിക്കിനെ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ട് കിടക്കണം. എങ്കിലേ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പബ്ലിക്കിനെ ഒഴിവാക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.